ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 213 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സുധാമണി തിരുവനന്തപുരം. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മൺ മാസ്റ്റർ കണ്ണൂർ. നമുക്ക് വേണ്ടി വായിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണൻ ഇടുക്കി. ഗീത പ്രസന്റ് ആണല്ലോ അല്ലേ? സായിരാം മാഷേ, ലക്ഷ്മൺ മാഷേ തുടങ്ങിക്കോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണയിച്ചുകൊണ്ട് നമുക്കിന്ന് വായിക്കുന്നതും അനുഭവങ്ങൾ വിവരിക്കുന്നതും പേര് മറന്നുപോയല്ലോ, ഇടുക്കിയിൽ എവിടെയായിരുന്നു അവര്? എവിടെയായിരുന്നു? ഗീത ഉണ്ണികൃഷ്ണൻ. ഗീത ഉണ്ണികൃഷ്ണൻ. അവരെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അവര് വായിക്കുന്ന പുസ്തകം, അതിനു മുമ്പ് തന്നെ അവരെക്കുറിച്ചൊരു സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം പുസ്തകം പാരായണം ചെയ്യാം. സായിരാം. മാഷ് ഓങ്കാരം പറയും. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഗീത പാരായണം തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. നമ്മുടെ എല്ലാമായ ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. ഓൺ ചെയ്തോളൂ കുറച്ചു നേരം, പിന്നെ ഓഫ് ചെയ്തോളൂ. ഓൺ ചെയ്തിട്ടുണ്ടമ്മേ. കാണാനില്ല, നിങ്ങളെ കാണാനില്ല, വീഡിയോ കാണുന്നില്ല. വീഡിയോ ഓണാണ്. അതെയോ? എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ചെയ്തോളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം, സുഖമായി കേൾക്കാം. ഞാൻ ഗീത ഉണ്ണികൃഷ്ണൻ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ്. വീട്ടിലെ ഹസ്ബൻഡും 2 കുട്ടികളും ആണുള്ളത്. ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ നായർ, കുട്ടികൾ സായി ഗൗരിയും സായി ഗായത്രിയും. ഹസ്ബൻഡ് തൊടുപുഴ സമിതിയുടെ കൺവീനറായിരുന്നിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഞാനിപ്പോൾ സ്പിരിച്വൽ കോർഡിനേറ്ററായിട്ട്, ജില്ലാ സ്പിരിച്വൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞാനിന്ന് വായിക്കുന്നത് സത്യസായി വാണി 14-ാം ഭാഗത്തിലെ 1978 ഓഗസ്റ്റ് 20-ാം തീയതി സ്വാമി കോളേജ് ഹോസ്റ്റലിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. സ്നേഹം. ഭാഗവതത്തിലും മറ്റു ചില ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുള്ള ഭക്തിയുടെ 9 തലങ്ങളിൽ 8ാമത്തേതാണ് സ്നേഹം. അതിനെ സൗഹൃദമെന്ന് വ്യവഹരിക്കാറുണ്ട്. ജീവികൾ തമ്മിലുള്ള ക്ഷണിക ബന്ധങ്ങളായി ചിത്രീകരിക്കുക വഴി സൗഹൃദം എന്ന വാക്ക് പ്രകടമായും വികൃതമാക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതലും ലൗകികവും ക്ഷണികവുമായ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ വിവിധ കാരണങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവയുടെ ഫലമായി വ്യക്തികൾ സുഹൃത്തുക്കളായി ഒന്നിച്ചുകൂടുന്നു. നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ദ്രുതഗതിയിൽ സുഹൃത്തുക്കളെ നേടാം. വലിയ തോതിൽ രക്ഷാധികാരമുള്ളവർക്കും ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുന്നവർക്കും ഇത് സാധിക്കും. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് സുഹൃത്തുക്കളെ നേടാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ ആ സുഹൃത്തുക്കൾ നല്ല കാലത്ത് വലിയ അടുപ്പം കാണിക്കും, അധികാരം പോകുന്നതോടെ അപ്രത്യക്ഷമാവുകയും ചെയ്യും.
സൗഹൃദങ്ങൾ ഏറിയ കൂറും സ്വാർത്ഥ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അവ നിറവേറാൻ കഴിയുന്നില്ലെങ്കിൽ ആ സൗഹൃദം അവിടെ അവസാനിക്കും. പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ കുളം നിറഞ്ഞു കിടക്കുമ്പോൾ അവിടെ ധാരാളം തവളകൾ ഉണ്ടായിരിക്കും. എന്നാൽ അത് വറ്റിപ്പോകുന്നതോടെ ഒറ്റ തവളയുടെ ശബ്ദം പോലും കേൾക്കില്ല. സൗഹൃദം ഒരു ആത്മീയ ബന്ധമായിരിക്കണം. പൂർണ്ണമായ പരസ്പര ധാരണയിൽ അന്യോന്യമുള്ള നിർമ്മലമായ അർപ്പണഭാവത്തിൽ അധിഷ്ഠിതമായ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ഒരു ബന്ധം. വിദ്യാർത്ഥികൾ കപടവും ക്ഷണികവുമായ സൗഹൃദത്തിനെതിരെ ജാഗരൂകരായി വർത്തിക്കണം. ഹലോ വിളികൾ, കൈകുലുക്കൽ എന്നിവയാൽ വിലോഭിതരാവാതെ കരുതിയിരിക്കണം. ഒരു വ്യക്തിയുമായി അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശുദ്ധവും നിസ്വാർത്ഥവും ആത്മീയവുമാണെന്നറിയുന്നതുവരെ സൗഹൃദം സ്ഥാപിക്കരുത്. കൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള നിസ്തുല സൗഹൃദം. ഒരാത്മാവും മറ്റൊന്നും തമ്മിൽ ഇണങ്ങി ചേരുമ്പോഴേ യഥാർത്ഥ സൗഹൃദം ആവിർഭവിക്കുകയുള്ളൂ. അതായത് ആത്മാവാണ് തങ്ങളുടെ ജൈവസത്ത എന്ന് തിരിച്ചറിഞ്ഞ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം. യഥാർത്ഥമായ സ്നേഹം ലൗകിക ജീവിതതലത്തിൽ എവിടെയും ദുർലഭം തന്നെ. നിസ്സാരവും ക്ഷണികവുമായ ലൗകിക സൗഹൃദത്തിനിടയിൽ ശരിയായ സ്നേഹം വേർതിരിച്ചറിയണം. അത് ശരണാഗതിയുടെയും ആത്മനിവേദനത്തിൻ്റെയും അങ്ങേയറ്റത്തെ നിലയാണ്. അർജുനനും കൃഷ്ണനും തമ്മിൽ ഉണ്ടായിരുന്നത് ഇത്തരം യഥാർത്ഥമായ സ്നേഹമാണ്. അർജുനൻ കൃഷ്ണനെ തൻ്റെ സഖാവായി കണ്ടു. അങ്ങനെ കളിക്കുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, അടുത്തിരിക്കുമ്പോൾ, ഭോജനം കഴിക്കുമ്പോൾ ഭക്തിശൂന്യമായ തമാശ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാനുള്ള അസമീക്ഷകാരിത്വം അർജുനൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃഷ്ണന്റെ മായാപ്രഭാവത്തിന് വിധേയമായതാണെന്ന് കരുതരുത്. അദ്ദേഹം സ്വഭാവത്തിൽ പക്വത നിറഞ്ഞവനും ദൈവിക വിജ്ഞാനത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നവനും നിസ്തുലനായ വില്ലാളിയും ധീര സാഹസികത്വം ഉൾക്കൊള്ളുന്നവനുമാണ്. കൃഷ്ണൻ പുരുഷോത്തമനും അർജുനൻ നരോത്തമനുമത്രേ. ഔന്നത്യത്തിൻ്റെയും മികവിൻ്റെയും മൂർത്തികൾ തമ്മിലുള്ള ഒരു സൗഹൃദമാണ് അവിടെ കാണുന്നത്. കൃഷ്ണൻ അവതാര പുരുഷൻ, അർജുനൻ ആനന്ദമൂർത്തി. അവതാരമൂർത്തി, ആനന്ദമൂർത്തി എന്നിവർ തമ്മിലുള്ള അപൂർവ സൗഹൃദം. അർജുനനെ കൃഷ്ണൻ പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് കുരുനന്ദന എന്നാണ്. ഈ പേരിന് അങ്ങേയറ്റത്തെ പ്രസക്തിയുണ്ട്. കുരു എന്നാൽ കർമ്മം എന്നർത്ഥം. നന്ദന ശബ്ദത്തിന് സന്തുഷ്ടൻ, ആനന്ദിക്കുന്നവൻ എന്നർത്ഥം. കർമ്മത്തിൽ വ്യാപരിക്കുമ്പോൾ ആനന്ദിക്കുന്നവനെന്നാണ് കുരുനന്ദനൻ എന്ന പ്രയോഗത്തിന്റെ പൊരുൾ. ഗീതയുടെ 18 അധ്യായങ്ങളിലും അർജുനൻ ജാഗരൂകനും കർമ്മോത്സുകനും ഓരോ വാദഗതിയിലും സജീവ പങ്കാളിത്തം പുലർത്തുന്നവനുമായിരുന്നു. ആത്മാർപ്പണം ചെയ്യുന്ന എല്ലാവർക്കും കൃഷ്ണൻ നൽകുന്ന ഉറപ്പ്. കൃഷ്ണാർജുന സഖ്യത്തിൽ പ്രകടിതമായ സ്നേഹം രാമകൃഷ്ണ പരമഹംസരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഭാഗവതം, ഭഗവത്ഗീത എന്നീ കൃതികളിൽ നിന്നും നവവിധ ഭക്തികളിലൂടെ സാധകന് എത്രത്തോളം മുമ്പോട്ട് പോകാമെന്ന് അദ്ദേഹം പഠിച്ചു. ഗോപികളുടെ നിലയിലേക്ക് സ്വയം മാറി അവരനുഭവിച്ചിരുന്ന വിരഹഭക്തിയും മധുരഭക്തിയും ഉൾക്കൊള്ളാൻ അദ്ദേഹം തീരുമാനിച്ചു. രാമായണം വായിച്ചപ്പോൾ ഹനുമാന്റെ അവസ്ഥയെ പ്രഖ്യാപിച്ച് ദാസഭക്തി പരിശീലിക്കാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഭഗവത്ഗീതയിൽ പരമഹംസരെ സവിശേഷമായി ആകർഷിച്ചത് ആത്മനിവേദനം അഥവാ ശരണാഗതി എന്ന മനോഭാവം ആവിഷ്കരിക്കുന്ന താഴെ കൊടുത്തിട്ടുള്ള ശ്ലോകമാണ്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. അർജുന, എന്നിൽ മനസ്സുറപ്പിക്കുക, എന്നോട് ഭക്തിയുള്ളവനാകുക, സർവകർമ്മങ്ങളും എന്നിൽ ലയിക്കുക, എന്നെ ഭജിക്കൂ, അപ്പോൾ എന്നെ തന്നെ പ്രാപിക്കും. ഇത് സത്യം. ഇതാ നിന്നോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, നീ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവനാണ്. ഒരു ദിനം ശ്രീരാമകൃഷ്ണൻ കാമാർപൂരിലേക്ക് പോവുകയായിരുന്നു. ഒരു ശ്മശാനത്തിൽ എത്തിയപ്പോഴേക്കും ഭീകരമായ രാത്രി അദ്ദേഹത്തെ പൊതിഞ്ഞു. ഘോരമായ മഴയും വന്നു ചേർന്നു. എന്നാൽ സ്ഥലം, കാലം, അപ്പോഴത്തെ കാലാവസ്ഥാഭേദം ഇതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അത്രത്തോളം ഈശ്വരചിന്തയുടെ ഉന്മാദത്തിലായിരുന്നു അദ്ദേഹം. അതിൽ നിന്നുണർന്നപ്പോൾ അദ്ദേഹം ഈശ്വരനെ രാമ, ശിവ, കൃഷ്ണ, കാളി, ഹനുമാൻ എന്നിങ്ങനെ പല പേരുകൾ ചൊല്ലി വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉൾവെളിച്ചം കിട്ടി. ഈ പേരുകളെല്ലാം ഒന്നാണ്. ഈ സമയത്താണ് ഈശ്വര സമക്ഷം ശരണാഗതിയാവുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന ശ്ലോകമോർത്ത് അദ്ദേഹം ഉരുക്കഴിച്ചത്. ശാന്തി ലഭിക്കാൻ ഈശ്വരനിൽ പൂർണ്ണ സമർപ്പണം. പല രസകരമായ സംഭവങ്ങളും ദക്ഷിണേശ്വരത്ത് ഉണ്ടായി. ഒരിക്കൽ ശ്രീരാമകൃഷ്ണനെ ക്ഷേത്ര കാര്യാലയത്തിലേക്ക് ശമ്പളം വാങ്ങാൻ ക്ഷണിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. തൻ്റെ അമ്മയെ പൂജിച്ച് ആരാധിക്കുന്നതിന് അവസരം ലഭിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ശമ്പളം വാങ്ങുകയോ. മറ്റൊരു സന്ദർഭത്തിൽ കള്ളന്മാർ കൃഷ്ണക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കടന്നു. ശ്രീരാമകൃഷ്ണനും മധുരനാഥനും കൃഷ്ണവിഗ്രഹത്തിലെ തിരുവാഭരണങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു. മധുരനാഥൻ രോഷാകുലനായി.
കൃഷ്ണനെ ശകാരിക്കാൻ തുടങ്ങി. 14 ലോകത്തിൻ്റെയും നാഥനായി അങ്ങ് വാഴ്ത്തപ്പെടുന്നു. എന്നിട്ട് സ്വന്തം ശരീരത്തിലെ ആഭരണങ്ങൾ സംരക്ഷിക്കാൻ പോലും അങ്ങയ്ക്ക് കഴിയുന്നില്ല. അയാളെ ആ പാപപ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പരമഹംസ പ്രസ്താവിച്ചു, കൃഷ്ണന് ലക്ഷ്മീദേവി സ്വന്തം ഭാര്യയാണ്. പിന്നെന്തിന് അദ്ദേഹത്തിന് നിന്റെ സ്വർണവും രത്നങ്ങളും? അതൊക്കെ അദ്ദേഹത്തിന് വെറും മണ്ണുപോലെ തുച്ഛം. സത്യത്തിൽ സ്വർണം മണ്ണിന്റെ മറ്റൊരു രൂപമല്ലേ? ഈശ്വരന്റെ യഥാർത്ഥ സ്വഭാവം ബോധ്യപ്പെടുത്തി അദ്ദേഹം മധുരനാഥനെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇച്ഛ, സങ്കല്പങ്ങൾ, ഭ്രാന്തികൾ എന്നിവയെല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം നിങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ശാന്തിയും ആനന്ദവും നിങ്ങൾക്ക് നൽകുകയും ചെയ്യുകയുള്ളൂ. നിങ്ങൾ ഒരിക്കലും വിവിധ ലക്ഷ്യങ്ങളുടെയും ക്ഷണിക സുഖങ്ങളുടെയും പിന്നാലെ പാഞ്ഞു നടക്കരുത്. സർവവും ഈശ്വരന് കൈവിടുക. അദ്ദേഹത്തിന്റെ സങ്കല്പമനുസരിച്ച് എന്തു സംഭവിച്ചാലും അത് കൈനീട്ടി സ്വീകരിച്ചു കൊള്ളുക. വൈദിക ശാസനങ്ങളെല്ലാം അനുഷ്ഠാനങ്ങളും പൂജകളും നിർവഹിച്ചു പോന്നിരുന്ന ഒരു രാജാവായിരുന്നു അംബരീഷൻ. പോറ്റിപ്പുലർത്തുന്ന സംരക്ഷിക്കുന്ന ഈശ്വരന്റെ രൂപത്തെ പ്രതിനിധീഭവിച്ച് ശോഭിക്കുന്ന വിഷ്ണുവിൽ കുലീനവും ആത്മാർത്ഥവുമായ ഭക്തി അദ്ദേഹം ചൊരിഞ്ഞിരുന്നു. അംബരീഷ രാജാവിന്റെ യഥാർത്ഥ ഭക്തി. അംബരീഷൻ ഏകാദശി ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസങ്ങളിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന വ്രതം കൃത്യമായി അനുഷ്ഠിച്ചു പോന്നിരുന്നു. മാസത്തിലെ ഓരോ പക്ഷത്തിലും ഏകാദശി ചന്ദ്രന്റെ 11-ാം ദിനമാണ് ദ്വാദശി 12-ാം ദിനവും. വിഷ്ണുവിനെ പൂജിച്ചുകൊണ്ട് ഉപവാസം അവസാനിപ്പിച്ച് പാരണ വീടേണ്ടത് ചാന്ദ്രമാസത്തിലെ 12-ാമത്തെ ദിനം ആരംഭിക്കുമ്പോഴാണ്. ഒരിക്കൽ ദ്വാദശി തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് മൂക്കത്ത് ചുണ്ടിയുള്ള ദുർവാസാവ് അംബരീഷന്റെ കൊട്ടാരത്തിലെത്തി. രാജാവ് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വീകരിച്ചു. പെട്ടെന്ന് തന്നെ ഗംഗയിലേക്ക് പോയി കുളിയും തേവാരവും മറ്റും നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ പാരണ വീടാൻ മടങ്ങിയെത്തണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ മഹർഷി സ്നാനവന്ദനാദികൾക്ക് കൂടുതൽ സമയമെടുത്തു. നിശ്ചിത മുഹൂർത്തത്തിൽ വന്നെത്തിയില്ല. അംബരീഷൻ അസ്വസ്ഥനായി. ഗുരുവിനോട് അദ്ദേഹം ആലോചിച്ചു. ഏതാനും തുള്ളി തീർത്ഥജലം കുടിച്ച് ഉപവാസം അവസാനിപ്പിച്ചു കൊള്ളാൻ അദ്ദേഹം ഉപദേശിച്ചു. ഏകാദശി ദിനത്തിൽ ഉപവാസമെടുക്കുമ്പോൾ ജലം കുടിക്കാൻ പോലും പാടില്ല. അപ്പോൾ അല്പം ജലം കുടിക്കുന്നത് വ്രതനിയമം പാലിക്കാൻ മാത്രം. അതിൻ്റെ പേരിൽ ദുർവാസാവ് കോപിക്കേണ്ട കാര്യമില്ല. എന്നാൽ ദുർവാസാവ് മടങ്ങി വന്നപ്പോൾ കാര്യമറിഞ്ഞ് രോഷാകുലനായി. താൻ എത്തുന്നതിന് മുമ്പ് ഉപവാസം അവസാനിപ്പിച്ചതും ഭക്ഷണം കഴിക്കാൻ വട്ടം കൂട്ടിയതും ശരിയായില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹം അംബരീഷനെ ശപിച്ചു. ശാപം രൂപം കൊള്ളാൻ തുടങ്ങിയപ്പോഴേക്കും വിഷ്ണുവിന്റെ ചക്രം രംഗത്തെത്തി ദുർവാസാവിന്റെ നേർക്ക് പാഞ്ഞു. സായിരാം. സായിരാം, നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചോളൂ. സായിരാം, മുൻപൊരിക്കൽ ഞാൻ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എൻ്റെ കുറേ അനുഭവങ്ങളും എങ്ങനെയാണ് സ്വാമിയിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു പുണ്യ ദിനമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനം, സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഈസ്റ്ററാണ്. അതുപോലെ നമ്മളെല്ലാവരും ഇന്ന് അർച്ചനയൊക്കെ സ്വാമിയുടെ സഹസ്രനാമാർച്ചനയൊക്കെ ചെയ്ത് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ബാലവികാസ് ഗുരു എന്ന നിലയിൽ കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ ആദ്യമേ സമിതിയുടെ മഹിളാ കോർഡിനേറ്ററായിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അതിനു മുമ്പ് 2004 ഞാൻ സ്വാമിയെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത്. വിവാഹത്തോടുകൂടി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമിതിയിലൊക്കെ 2010 ആ സമയത്താണ് സമിതിയിലൊക്കെ കൃത്യമായിട്ട് പോകാനൊക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് ക്വാർട്ടേഴ്സുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് അവിടെ അതിനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭജനയ്ക്ക് പോകും. അത് മൂന്നാർ സമിതിയിലാണ് ആദ്യമായിട്ട് പോകാനുള്ള ഒരു അവസരം ഭഗവാൻ എനിക്ക് തന്നത്. പിന്നെ 2010 അതിന് ശേഷമാണ് ഇങ്ങനെ മഹിളാടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന. സമിതിയിലെ കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടെന്ന് അറിയാമെന്നുള്ള, അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ മഹിളാ കോർഡിനേറ്ററായി. അപ്പോൾ മഹിളാടെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ
പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയില്ല. ബാലവികാസിനെ പറ്റി ഒന്നും കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പോൾ മൂന്നാറിൽ ബാലവികാസ് ക്യാമ്പുകൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, വിശദമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഈ മഹിളാ കോർഡിനേറ്റർ ആയിരുന്ന സമയത്താണ്, അപ്പോൾ സമിതിയിൽ ബാലവികാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ സഹായിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വാമിയുടെ ഒരു വർക്ക് എനിക്ക് വലിയ സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ. അപ്പോൾ അത് അറിയില്ല എങ്കിൽ കൂടി പറ്റില്ല എന്ന് പറയാനുള്ള ഒരു മടി കണ്ട് ഞാൻ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ സഹായിക്കാൻ മാത്രം കൂടിയതാണ്. പക്ഷേ ക്ലാസ് എടുക്കേണ്ട ഒരു ചുമതല എന്നിൽ നിക്ഷിപ്തമായി. അപ്പോൾ ഇത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, പിന്നെ കൂടുതലും നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുള്ള പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യമേയൊക്കെ ഭയങ്കര ചമ്മൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ബാലവികാസിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒരു പുസ്തകമാണ്. പുസ്തകം ഞങ്ങൾ അങ്ങനെ കിട്ടിയത്, അത് ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ആ സമയത്ത് അങ്ങനെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും ആരും പറഞ്ഞു തന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഒരു പൊട്ടത്തരം തന്നെയാണ്. ആ പുസ്തകമാണ് 3 ഗ്രൂപ്പിലും പഠിപ്പിക്കേണ്ടതെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലെ ശ്ലോകങ്ങളൊക്കെ ഇപ്പം നമുക്ക് കുറേയൊക്കെ അറിയാവുന്നതാണല്ലോ എല്ലാവർക്കും തന്നെ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, ചെറിയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക് കോവിഡ് ഉണ്ടായ ആ സമയത്തൊക്കെ. ആ കോവിഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ബാലവികാസിനെ പറ്റി കൂടുതൽ അറിയാനൊരു അവസരം ഭഗവാൻ എനിക്ക് തന്നതാണ്. അപ്പോൾ 2021 തോന്നുന്നു, 21 ഡിസംബർ 5-ാം തീയതി അങ്ങനെ ഒരു ദിവസമാണ് വത്സലാമ ഞങ്ങൾക്കൊരു സത്സംഗം തരാൻ വേണ്ടിയിട്ട് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് അങ്ങനെയാണ് വത്സലാമയെ പരിചയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് വത്സലാമയെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ DP ആയിരുന്ന സജീവേട്ടൻ അങ്ങനെ പറഞ്ഞു, വത്സലാമയാണ് നമുക്കിന്ന് സത്സംഗത്തിന് വരുന്നത്, അപ്പോൾ ഗീതയൊന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ അങ്ങനെ എല്ലാവരും വിളിക്കുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള അതാണ്, പരിചയക്കുറവ് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും അത് വിളിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ അമ്മയെ വിളിച്ച് അങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് ബാലവികാസ് ഗുരുവാണ്, എത്രയോ വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കണ ഒരമ്മയാണെന്നൊക്കെ മനസ്സിലായപ്പോൾ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ സത്സംഗം കഴിഞ്ഞപ്പോൾ സജീവേട്ടൻ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ബാലവികാസ് ഇടുക്കി ജില്ല വളരെ മോശമാണ്, ബാലവികാസ് ക്ലാസ്സിനെ സംബന്ധിച്ചപ്പോൾ അമ്മ ഇങ്ങനെ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് കാസർഗോഡ് ജില്ലയുടെ ബാലവികാസ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ പരീക്ഷ എഴുതാനായിട്ടുള്ള കുട്ടികൾക്ക് മാത്രം, അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതാനുള്ള കാര്യങ്ങൾ മാത്രം അത്യാവശ്യം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ബാലവികാസ് ക്ലാസ്സിൽ അങ്ങനെ എല്ലാ ക്ലാസ്സിലും തന്നെ മുടങ്ങാതെ ഞാനും കുട്ടികളും പങ്കെടുക്കാറുണ്ട്. അപ്പോഴാണ് ഈ ഗ്രൂപ്പുകളെ കുറിച്ച്, ബാലവികാസിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്നതും ഈ സെക്കൻഡ് ഗ്രൂപ്പിനും തേർഡ് ഗ്രൂപ്പിനും പരീക്ഷയുണ്ടെന്ന് അറിയുന്നതും ഒക്കെ ആ സമയത്താണ്. ബാലവികാസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വത്സലാമയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വളരെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഭഗവാൻ അത് ഞങ്ങൾക്ക് കൊണ്ടുതന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അമ്മ പറയണ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എൻ്റെ ബാലവികാസ് കുട്ടികൾക്ക് ഞാൻ അതുപോലെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾ 4.5 വയസ്സ് മുതൽ, മൂത്തയാൾക്ക് 4.5 വയസ്സുള്ളപ്പോൾ മുതലേ ബാലവികാസ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഫസ്റ്റ് ഗ്രൂപ്പിലെ പോലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പോൾ വത്സലാമയുടെ ക്ലാസ്സിൽ നിന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതും
അപ്പോൾ വത്സലാമ്മയുടെ പ്രോത്സാഹനം കൊണ്ട് ഞങ്ങൾ കുട്ടികളെ സെക്കൻഡ് ഗ്രൂപ്പ് പരീക്ഷ എഴുതണമെന്ന് വത്സലാമ്മ പറഞ്ഞത് അനുസരിച്ചാണ് ഞങ്ങൾ അതിൽ പേര് കൊടുത്ത് പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെ അമ്മ എന്നോടും പറഞ്ഞു ഗീത എഴുതണം, ഗീതയ്ക്ക് അതിന് കഴിയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പരീക്ഷ എഴുതിയാൽ ജയിക്കാൻ പറ്റുമോ എന്ന് പോലും സംശയം. അപ്പോൾ നമ്മൾ പരീക്ഷയൊക്കെ എഴുതിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷ എഴുതിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അമ്മയുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞങ്ങൾ 3 പേരും സെക്കൻഡ് ഗ്രൂപ്പ് പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നത്തെ വർഷം അപ്പോൾ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ സമയമാണ്. മൂത്തയാൾ 10ാം ക്ലാസ് കഴിഞ്ഞിരുന്നു, അല്ല +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നത്തെ വർഷം തന്നെ തേർഡ് ഗ്രൂപ്പ് എഴുതണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും അമ്മയുടെ പ്രോത്സാഹനം കൊണ്ട്, അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും അതും സാധിച്ചു. അപ്പോൾ തേർഡ് ഗ്രൂപ്പ് നല്ല മാർക്കോടുകൂടി പാസ്സാകുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ പരീക്ഷ ഇങ്ങനെ ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ പരീക്ഷ എഴുതി. അങ്ങനെ ഈ ജില്ലയിൽ നിന്ന് കുറേ പേർക്ക് അത് പ്രചോദനമായിട്ട് അവരും പിന്നത്തെ വർഷം സെക്കൻഡ് ഗ്രൂപ്പ് പരീക്ഷ എഴുതി. അതിൻ്റെ പിന്നത്തെ വർഷം തേർഡ് ഗ്രൂപ്പ് പരീക്ഷ അങ്ങനെ കുറച്ച് പേര് ഈ ജില്ലയിൽ നിന്നും ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ പരീക്ഷ എഴുതാനും, അല്ലാതെ കുട്ടികൾ ബാലവികാസ് പരീക്ഷ സെക്കൻഡ് ഗ്രൂപ്പും പരീക്ഷ എഴുതി. അങ്ങനെ വളരെ ഒരു അത്ഭുതം തന്നെയായിരുന്നു ആ കോവിഡ് സമയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ബാലവികാസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്, അതിന് അമ്മയ്ക്ക് തന്നെ ഏറ്റവും നന്ദി പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം. അമ്മയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ആ സമയത്താണ് ഇപ്പോൾ അമ്മയുടെ ബാലവികാസ് ക്ലാസ് കേട്ടാണല്ലോ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ബാലവികാസിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ എല്ലാവരും ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കിട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും ബാലവികാസ് ക്ലാസ് എടുക്കണേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, എന്താ പഠിപ്പിക്കേണ്ടതെന്നും ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇത് ശരിയാണോ, അപ്പോൾ ഇത് ഈ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഞാനിങ്ങനെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ അതിന് എന്നാ ചെയ്യേണ്ടത്, ഇങ്ങനെ സജീവേട്ടനോട് പറഞ്ഞാലോ ബാലവികാസ് ക്ലാസ് എടുക്കണില്ല എന്ന് പറയാൻ, അങ്ങനെ പറയാനും പറ്റണില്ല, എന്നാൽ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് താൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ കാസർഗോഡ് ഓൺലൈൻ ബാലവികാസ് ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മ സംസാരിക്കുകയാണ്, നമുക്ക് ഇങ്ങനെ ബാലവികാസ് ക്ലാസ് എടുക്കാൻ പറ്റുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ബാലവികാസ് ഗുരുവാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ അമ്മയുടെ അടുത്ത് കുറേ പേരിങ്ങനെ ബാലവികാസ് ഗുരുവാകാനായിട്ട് ട്രെയിനിങ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഈ ബാലവികാസ് ക്ലാസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ബാലവികാസ് ക്ലാസ് നിർത്തരുത്, അത് നിങ്ങൾക്ക് കിട്ടണം, ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ക്ലാസ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഉള്ള ഒരു ഉപദേശമായിട്ടാണ് അന്ന് ഞാനത് ആ വാക്കുകളൊക്കെ കേട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പൊട്ടബുദ്ധി തോന്നി, ക്ലാസ് എടുക്കണ്ടെന്ന് വെക്കാം, അങ്ങനെ ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ അന്നേരം തന്നെ ഭഗവാൻ അതിന് ഒരു മറുപടി അല്ലെങ്കിൽ എന്നെ ഉപദേശിച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ വളരെ സന്തോഷമാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കും, പുസ്തകങ്ങളിലൊക്കെ അത് എന്താണ് നമുക്ക് കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്നും കഥകളാണേലും പുരാണ കഥകളൊക്കെ നമ്മൾ അത് കണ്ടെത്തും എങ്ങനെയെങ്കിലും ഒക്കെ അത് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനും സ്വാമിയെക്കുറിച്ചാണേലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ച ഒരു അവസരമായിരുന്നു അതൊക്കെ. ഭയങ്കര വലിയ സന്തോഷം, ഭഗവാന്റെ ആ അനുഗ്രഹം.
അപ്പോൾ സമിതിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാനും കുട്ടികളെ ഈശ്വരാംബ വാരാഘോഷങ്ങളിലൊക്കെ കുട്ടികളെ ഇപ്പോൾ സമിതികളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സമിതിയിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓൺലൈനായിട്ടൊക്കെ ചെയ്തങ്ങനെ കുട്ടികൾക്കും വളരെ സന്തോഷമായിരുന്നു. ഇത് കുട്ടികളാണേലും ഓരോ പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും അതുപോലെ ഓരോ ദിവസവും സത്സംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഓരോരുത്തർ എല്ലാവരും സംസാരിക്കും. അതൊക്കെ വലിയൊരു സന്തോഷമായിരുന്നു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു അനുഭവം തന്നെയായിരുന്നു. അതുപോലെ ഭഗവാന്റെ സ്വപ്ന ദർശനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് അനുഭവങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു അനുഭവം കൂടി പറയാനായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ അന്ന് സ്വപ്ന ദർശനത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ സ്വാമിയുടെ കൂടെയാണ് ഞാനും ഹസ്ബൻഡും കുട്ടികളും ഉണ്ട്. സ്വാമി പുട്ടപർത്തിയിലെ എല്ലാ സ്ഥലവും ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുകയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ എല്ലാ സ്ഥലവും പറഞ്ഞു തന്ന് സ്വാമിയുടെ കൂടെ ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു അത്. പക്ഷേ എല്ലായിടവും കണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണുന്നത് കുറേ സ്ഥലത്ത് ഇങ്ങനെ കുറേ ചെളിയുണ്ട് ഇങ്ങനെ. അപ്പോൾ അത് കടന്ന് ഹസ്ബൻഡും കുട്ടികളും സ്വാമിയുടെ കൂടെ അപ്പുറത്തേക്ക് കടന്നുപോയി. എനിക്ക് കടന്നു പോകാനായിട്ട് അവരുടെ കൂടെ പോകാൻ പറ്റില്ല, ഞാൻ പുറകിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, ഈ ചെളിക്കകത്തൂടെ എങ്ങനെയാണ് അപ്പുറത്തേക്ക് പോകുന്നത് എന്നിങ്ങനെ വിചാരിച്ച് ഇതിൽ ചവിട്ടണമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിന്നപ്പോഴാണ് സ്വാമി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സ്വാമിയല്ലേ കൂടെയുള്ള, ഒരു കുഴപ്പമില്ല പോരെ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു നല്ലൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അത് ഒരു കുറച്ച് നാളെ മുമ്പാണ്, ഒരു 4-5 വർഷം മുമ്പാന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചിരിയും ആ ഒരു നോട്ടവും തിരിഞ്ഞ് ഇങ്ങനെ നോക്കണമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ ക്ലിയറായിട്ട് തന്നെ ഉണ്ട്. വലിയൊരു സന്തോഷം. അത് കഴിഞ്ഞിട്ട് സ്വാമിയുടെ മുറിയിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അത് ഓർത്തിരിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ടുള്ളത്. അപ്പോൾ സ്വാമിയുടെ മുറിയിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് എൻ്റെ കയ്യിലൊരു ചെറിയ ഒരു വാഴയിലേക്കകത്ത് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഈ പുഷ്പാഞ്ജലിയൊക്കെ കിട്ടിയല്ലേ എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് ഈ ലിഖിത ജപം എഴുതിയ പേപ്പറിൽ പൊതിഞ്ഞ കുറേ വിഭൂതി, അങ്ങനെ പൊതിഞ്ഞ വിഭൂതികൾ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്നതാണ്. അപ്പോൾ അത് ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും ഭഗവാൻ നമ്മളെ സ്വാമിയുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന പോലെ അത്രയും ഒരു പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് ഞങ്ങളെ സ്വാമി ഓരോ ദിവസവും കൊണ്ടു നടക്കുന്നത്. അതിൽ വലിയ സന്തോഷം സ്വാമിയുടെ ഈ അനുഗ്രഹത്തിനൊക്കെ. അതുപോലെ നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉറച്ചതാണോ അതുപോലെ ആയിരിക്കും ഭഗവാൻ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നത്. അത് ജീവിതത്തിൽ കിട്ടിയ പല അനുഭവങ്ങളിലൂടെ ഉള്ള ഒരു അറിവാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ എന്നും സ്വാമിയുടെ പ്രവർത്തനങ്ങൾ കിട്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വാമിയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ജയ് സായിരാം. സായിരാം. ഇനി സ്വാമിയുടെ പ്രസന്റേഷൻ. దేశం పేరు ఏమిటి? భగవాన్ said what is the name of a country? భారతం. భారతదేశము. భారతదేశమునకు భారతమే చాలా ప్రమాణం. For భారతదేశ భారత is standard. ఈ భారతంలో ముఖ్యులు ఎవరు? Who are important in Bharat? ధర్మజ, అర్జున, భీమ, నకుల, సహదేవ. ఈ పంచభూతములే. The 5 elements ధర్మజ, అర్జున, భీమ, నకుల, సహదేవ are important. కనుక భారతమునకు ప్రధాన సూత్రులు, ప్రధాన నాయకులు, ప్రధానమైనటువంటి యొక్క కర్తలు ఈ 5 మంది. These are 5 that have taken upon themselves main role. గొప్ప శక్తివంతుడు,
Arjuna is highly powerful. గాంధీవాన్ని కూడా సాధించాడు. He could have even Gandiva. ఈ అర్జునుడికి కేవలం పద్మశ్రీ పద్మవిభూషణ్ టైటిల్స్ మాత్రమే కాదు. Arjuna is not in possession of titles like Padma Shri and అర్జున Padma పాల్గొన Bhushan. పార్థివ కిరీటి సేతువాహ భీవిశ్చిర్య జయ కృష్ణ సవిసాచి ధనుంజయ, ఇన్ని టైటిల్స్ అంతా ఉంటున్నాయి అర్జునుడికి. Arjuna has so many titles. కానీ ఇన్ని టైటిల్స్, ఇన్ని శక్తి సామర్థ్యములు ఉండినటువంటి అర్జునుడైనా కూడాను అన్న మాటను ధిక్కరించక శిరస్సు వంచుతున్నాడు. Arjuna, with all his mighty power, he simply obeyed the command of his brother. భీముడు చూస్తామా, అతనికి భుజబలము బుద్ధి బలము గదబలం అనేటువంటిది చెప్పశక్యం కానటువంటి బలం ఉంటుండాలి. The Bhima has got the physical strength and mental strength and strength to వృక్షమును కూడా యొక్క ఎడం చేతితో కూడా కదిలించి వేర్ల వరకు ప్రకటించేటువంటి ఒక శక్తి ఉంటుండాలి. He could just take out a very huge tree. అంత శక్తి సామర్థ్యం కలిగినటువంటి భీముడు కూడాను తన అన్న ఆజ్ఞను శిరసావహిస్తున్నాడు. Bhima, with all the mighty strength, obeyed his brother. కానీ ఎందుకోసం చేస్తున్నాడు? Why? ఈనాడు మీరు చక్కగా గుర్తించండి. Today understand that clearly. అర్జునుడు అనేటువంటి వాడు ఇన్ని అస్త్రశస్త్రములతో సాధించి ఇన్ని శక్తి సామర్థ్యములు గుర్తించినటువంటి వాడు కూడాను అతను కేవలము ఒక అమెరికాతో సమానం. Arjuna, with all the weaponry and expertise, is equal to America. ఈ ట్యాంక్స్, ఈ విధమైనటువంటి భుజబలము బుద్ధి బలము గదబలము, ఈ యొక్క శక్తి సామర్థ్యంతో కూడినటువంటి బలమంతా ఆయుధ బలాలు అధికం చేసుకునేటువంటి వాడు రష్యా వంటి వాడు ఈ భీముడు. Bhima stands for Russia with all the tanks ఈ and the ఇరువురు bombs. కూడా ఎవరికి శరణాగతి పొందుతున్నారు? ధర్మజ అనేటువంటి వానికి శరణాగతి పొందుతున్నారు. Both of them have surrendered to Dharmaja. కనుక ఈనాడు మనం ధర్మాన్ని పోషించినప్పుడు ఈ రెండు కూడా మనకు స్వాధీనమైపోతాయి, కానీ అస్త్రశస్త్రాలతో మనం ఏమాత్రము స్వాధీనం పొందలేము. Therefore, the moment we observe and uphold Dharma, everything else will come to you, not ఎటువంటి out of శక్తి bounds. సామర్థ్యం కలిగినటువంటి వాడైనా ధర్మం ముందు అణుమాత్రంగానే ఉంటాడు. Anyone would be just a fragment before Dharma. కనుక భారతీయులకు ప్రధానమైనటువంటి ప్రాణము ధర్మము, ధర్మము, ధర్మము. Dharma is the main life principle for Bharatiya. സായിരാം, ഇനി ഗീത ഭജന പാടുക. ഹേ ഗോവിന്ദ ഹേ അനന്ത നന്ദ ഗോപാല, ഹേ ഗോവിന്ദ ഹേ അനന്ത നന്ദ ഗോപാല, മോഹന മുരളീധര ശ്യാമ ഗോപാല, മോഹന മുരളീധര ശ്യാമ ഗോപാല, ഹേ ഗോവിന്ദ ഹേ അനന്ത നന്ദ ഗോപാല, മന്ദരഗിരിധാരി ഹരേ നടവര ലാല, മന്ദരഗിരിധാരി ഹരേ നടവര ലാല, മാധവ കേശവ മദന ഗോപാല, മാധവ കേശവ സായി ഗോപാല, ഹേ ഗോവിന്ദ ഹേ അനന്ത നന്ദ ഗോപാല, മോഹന മുരളീധര ശ്യാമ ഗോപാല, ഹേ ഗോവിന്ദ ഹേ അനന്ത നന്ദ ഗോപാല, മന്ദരഗിരിധാരി ഹരേ നടവര ലാല, മാധവ കേശവ മദന ഗോപാല, മാധവ കേശവ സായി ഗോപാല, ഹേ ഗോവിന്ദ ഹേ അനന്ത നന്ദ ഗോപാല. സായിരാം. സായി ഉപമ, ഈ ലോകം നിരന്തരമായ സംഘർഷങ്ങൾക്ക് പാത്രമാകുന്നു. അപ്പോൾ അവിടെ ശാന്തവും സംതൃപ്തവുമായ ജീവിതം നയിക്കാമെന്ന നിങ്ങളുടെ പദ്ധതി എങ്ങനെ വിജയം നേടും? കടലിലെ തിരമാലകളിൽപ്പെട്ട് ഉയലുന്ന ഒരു തോണിയെ ഇറക്കവും കയറ്റവും ഇല്ലാതെ നയിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത്. ഈ ഒരവസ്ഥയിൽ വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റാനാകാത്തതിനെ കുറിച്ച് ആകാംക്ഷയില്ലാതെ ജീവിക്കുന്നതാണ് ഉത്തമമായ മാർഗം. ശാശ്വതമായ ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും മാർഗം അറിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങളാവുന്ന ഊടി വഴികളിലൂടെ സഞ്ചരിക്കുകയില്ലായിരുന്നു. ജയ സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ
സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം. എല്ലാവർക്കും സായിരാം. സായിറാം.